ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പുളിയും മുളകും, അതായത് തേങ്ങ ഇല്ലാതെ മീൻകറി വയ്ക്കാം. ചട്ടി അടുപ്പി വെച്ച് ചൂടായി, ചൂടാകുമ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ചൂടായി വരുമ്പോഴത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു സവാള കൊത്തി അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചുമന്നുള്ളിയും കൂടി ഇടാം. ചുമന്നുള്ളി ഇടുമ്പോഴാണല്ലേ കറിക്ക് ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് ഇതൊന്ന് വാടുമ്പോഴത്തേക്ക് നമുക്ക് മീൻ തയ്യാറാക്കാം. ഇതൊന്ന് വാടി വരട്ടെ, അതിനുള്ളൊരു കൂട്ട് തയ്യാറാക്കാം. നമുക്ക് 1 മാസം വേണമെങ്കിലും ആ കൂട്ട് നമുക്ക് എടുക്കാം, ഇറച്ചിക്കൊക്കെ എടുക്കാം. എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഒരു ഉണങ്ങിയ പാത്രം എടുക്കണം. 4 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. 3 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കണം. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നമുക്ക് ഒരു കുപ്പിയിലിട്ട് അടച്ചങ്ങ് വെക്കാം. അപ്പം നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഓരോന്നോരോന്ന് ഇത് എടുക്കാൻ നിൽക്കണ്ട. നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇറച്ചിക്കറിക്ക് വേണമെങ്കിൽ ഇറച്ചിക്കറിക്ക് എടുക്കാം. ഇതുപോലെ നമ്മൾ പുളിയും മുളകും വയ്ക്കുമ്പോൾ അന്നേരം ഇങ്ങനെ ഓരോന്നോരോന്ന് എടുക്കാൻ നിൽക്കാതെ നമുക്ക് വേണ്ട. അതിൽ ഞാൻ 2 സ്പൂൺ എടുത്തിട്ട് ബാക്കി അടച്ച് വെച്ചേക്കെ. എനിക്കത് 2 ആഴ്ചത്തേക്കുണ്ട്. അങ്ങോട്ടിട്ട് ഇളക്കണം. ഒന്ന് മൂക്കാറാകുമ്പോഴത്തേക്ക് തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി ഇപ്പോൾ ഇടുന്ന എന്താണെന്ന് വെച്ചാൽ, ഇത് മൂത്ത് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് ഇത് ചിലപ്പം കരിഞ്ഞു പോകുമല്ലേ. ഈ തക്കാളിയുടെ ഈ വെള്ളം കൊണ്ട് ഇനി കരിയത്തില്ല. നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ ഒന്നിട്ടൊന്ന് വറുക്കുകയും ചെയ്യാം. അതിനാണ് ഇതിൻ്റെ ഈർപ്പം ഇതിനകത്ത് നിൽക്കും. എന്നിട്ട് നമുക്ക് ചൂട് വെള്ളമോ അതോ സാദാ വെള്ളമോ ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുക. വടക്കം പുളി കുതിർത്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ടത് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കുക. ഈ മീനിൻ്റെ തൊലി, സ്കിന്നിൻ്റെ ഇതൊക്കെ കളയാൻ വേണ്ടി നമുക്ക് സ്ക്രബില്ലേ, പാത്രം കഴുകുന്ന കമ്പി, അതെടുത്തിട്ടൊന്ന് ഉരച്ച് കൊടുത്താൽ പെട്ടെന്ന് ശരിയാക്കി കിട്ടും മീൻ. അല്ലെങ്കിൽ പിന്നെ പിച്ചാത്തി വെച്ച് എടുത്താൽ നമുക്ക് ഇത്രയും വൃത്തിയാക്കി കിട്ടത്തില്ല. പെട്ടെന്ന് നമുക്ക് ശരിയാക്കി എടുക്കാൻ ഒരു സ്ക്രബ് വെച്ച് ഉരച്ച് കൊടുത്താൽ മതി. അതൊന്ന് തിളക്കട്ടെ. തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരാറായി. ചപ്പാത്തിയുടെ കൂടെയോ ചോറ്റിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാൻ പറ്റും. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത്, ചിലരൊക്കെ തേങ്ങാപ്പാൽ ഒഴിക്കാം. പക്ഷേ എനിക്ക് അതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിനോട് അത്ര യോജിപ്പില്ല. ടേസ്റ്റ് കൂടുതൽ ഇതിനാണ്.